MLKM ഹൈസ്കൂൾ അതിന്റെ ദീർഘകാലമായി കാത്തിരുന്ന പുനഃസമാഗമ ചടങ്ങിന് ആതിഥേയത്വം വഹിച്ചപ്പോൾ ചിരിയുടെ പ്രതിധ്വനിയും പരിചിതമായ ഈണങ്ങളുടെ മൃദുലമായ മൂളലും അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഗൃഹാതുരത്വത്തിന്റെയും ധ്യാനത്തിന്റെയും ഊർജ്ജസ്വലമായ ഇടമായി അത് മാറി. പരിപാടിയുടെ കോർഡിനേറ്റർമാരായ മുൻ സ്കൂൾ ലീഡറും ഫാദർ എൽദോയുടെയും ആമുഖത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. മിന്നുന്ന ലൈറ്റുകളും സ്കൂൾ കാലഘട്ടത്തിലെ ഐതിഹാസിക നിമിഷങ്ങൾ ചിത്രീകരിക്കുന്ന ബാനറുകളും കൊണ്ട് അലങ്കരിച്ച താൽക്കാലിക വേദിയിൽ അവർ അഭിമാനത്തോടെ നിന്നു. ഓർമ്മകളുടെ ഒരു സിംഫണി സംഘടിപ്പിക്കാൻ തയ്യാറായ ഒരു മാസ്ട്രോയെപ്പോലെ എല്ലാവരെയും തിരികെ സ്വാഗതം ചെയ്യുമ്പോൾ അവളുടെ പുഞ്ചിരി പകർച്ചവ്യാധി പോലെയായിരുന്നു. സന്നിഹിതരായിരുന്നവരിൽ വീണ്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ക്ലാസ് മുറിയിലെ ഹാസ്യനടനായിരുന്ന ഫാദർ എൽദോയും ഉണ്ടായിരുന്നു, ബുദ്ധിശക്തിക്കും സുവർണ ഹൃദയത്തിനും പേരുകേട്ടവൻ. ഇപ്പോൾ ഒരു വിജയകരമായ സ്റ്റാൻഡപ്പ് കോമിക് ആയ ഫാദർ എൽദോയുടെ കണ്ണുകളിൽ ഇപ്പോഴും അതേ തിളക്കം ഉണ്ടായിരുന്നു. പഠനകാലം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നാണ്. അന്നത്തെ കൂട്ടുകാരെയും അധ്യാപകരെയും ഒരുപാട് മിസ് ചെയ്യുന്നു. ജോലിയും കുടുംബവുമായി തിരക്കിട്ട് ജീവിക്കുകയാണ്. എങ്കിലും കൂട്ടുകാരെ കണ്ടുമുട്ടാനും പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാനും സമയം കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. നിറവിലെ ഓരോ പരിപാടികളും വീരമായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രി കടന്നുപോയപ്പോൾ ജാസ്മിൻ നയിച്ച നിരവധി പ്രവർത്തനങ്ങൾ എല്ലാവരെയും ആ ഹൈസ്കൂൾ നിമിഷങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്നു. ടീമിന്റെ ഗാനാലാപനം, ഇടനാഴിയിലെ വികൃതികൾ, മറക്കാനാവാത്ത പ്രോം. അന്നും ഇന്നും സ്ലൈഡ് ഷോയ്ക്കിടെ ചിരിയുടെ ആഴം കൂടി. ഓരോ സ്ലൈഡിലും പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ ഇപ്പോഴത്തെ വ്യക്തിത്വങ്ങൾക്കരികിൽ അവരുടെ ഇളയ വ്യക്തിത്വങ്ങൾ കണ്ടു. ചിരിയും അത്ഭുതവും കുറച്ചു കണ്ണീരും ഉണർത്തി. അവിടെ സന്നിഹിതരാകാൻ കഴിയാത്തവർക്കായി അവർ ഒരു നിമിഷം മൗനമാചരിച്ചപ്പോൾ ഒരു ഹൃദയഭേദകമായ നിമിഷം വന്നു. മെഴുകുതിരികളുടെ പ്രദർശനവും പേരുകളുടെ ഒരു ചുരുളും കാലക്രമേണ നഷ്ടപ്പെട്ട ഇരുവരുടെയും സൗഹൃദങ്ങളെയും തുടക്കം മുതൽ അവർ എല്ലാവരും ആരംഭിച്ച പങ്കിട്ട യാത്രയെയും ഓർമ്മിപ്പിച്ചു. സമയം, ദൂരം എന്നിവയെ മറികടന്ന് അവരുടെ അലിഖിത സൗഹൃദ ഉടമ്പടിയെ ഉറപ്പിക്കുന്ന കഥകൾ പങ്കുവച്ച ഒരു തുറന്ന മൈക്ക് സെഗ്മെന്റോടെയാണ് വൈകുന്നേരം അവസാനിച്ചത്. ആ ചടങ്ങ് വെറുമൊരു പുനർസമാഗമമായിരുന്നില്ല, അത് ഐക്യത്തിന്റെ ആഘോഷമായിരുന്നു. ഓരോ പൂർവ്വ വിദ്യാർത്ഥിയും ജീവിതത്തിന്റെ ചിത്രത്തയ്യലിൽ കൊത്തിയെടുത്ത പാതകൾക്കുള്ള ആദരാഞ്ജലിയായിരുന്നു. അവരുടെ സ്കൂൾ ഗാനത്തിന്റെ അവസാന സ്വരങ്ങൾ പശ്ചാത്തലത്തിൽ മൃദുവായി മുഴങ്ങിയപ്പോൾ കടന്നുപോയ ആ ദിവസങ്ങളെക്കുറിച്ചുള്ള നന്ദിയും അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങളോടുള്ള ബന്ധത്തിന്റെ പുതുക്കിയ ബോധവും അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു.